ഗൈസ്, മഴ കഴിഞ്ഞിട്ട് നല്ല ക്ലൈമറ്റാണ്. എന്തായാലും നോക്കാം നമുക്ക് വെളിയിലത്തെ അവസ്ഥയൊക്കെ എന്താണെന്ന്. ഒരു ഇളം വെയിൽ വരെ വരുന്നുണ്ട്. എന്തോ ലൈറ്റൊക്കെ അടയ്ക്കാതെ നമ്മുടെ പ്ലാന്റ്സൊക്കെ അത്യാവശ്യം സെറ്റായിട്ടായിരിക്കുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല രസമായിട്ട് ഇപ്പം നല്ല ഇതായിട്ട് നമ്മുടെ ബൊയിനിലൊക്കെ പൂത്തായിരുന്നു കേട്ടോ. കണ്ടോ, പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഈ ഏരിയ നല്ലതായി. ഇനി കണ്ട് ഇവിടെ നമ്മുടെ റോസയിലൊക്കെ ഒരു ഫ്ലവറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ഫ്ലവർ കണ്ടോ ഗൈസ്, റോസയിൽ ഫ്ലവർ. പിന്നെ കണ്ടോ, ഇതെല്ലാം ഉണ്ട്. ഇവിടുത്തെ ബോൺസെല്ലിലൊക്കെ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. മുറ്റത്താകെ കാട് പിടിച്ച് കേട്ടോ. ഇതാണ് ഫ്രണ്ട് വ്യൂ. കണ്ടോ, ഇവിടെ നല്ല കാട് പിടിച്ച്. പക്ഷെ ചെടികളൊക്കെ എന്തായാലും നല്ല സെറ്റായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കുരിശൊക്കെ നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. വോയിസിൻ്റെ ഒരു ചെറിയ പ്രശ്നം കാണും, എങ്കിലും നിങ്ങൾ ഇതൊന്ന് കേൾക്കണം കേട്ടോ ഫുൾ വീഡിയോ. എന്നിട്ട് നമ്മുടെ മതിലെ കയറ്റിവിട്ട ഹാങ്ങിങ് ലിസ്റ്റൊക്കെ നല്ലതായിട്ടായിട്ടുണ്ട്. നമുക്കിനി പാറയിലോട്ട് കയറാം. ഇവിടുത്തെ മഞ്ഞൾ വേണ്ട ഞാൻ മുറിച്ച് ഇട്ടായിരുന്നു. കിളത്തോളും അത് ആദ്യം തൊട്ട്. പിന്നെ അന്ന് നമ്മളിട്ട കപ്പയുടെ അപ്ഡേഷൻ കണ്ടോ, ഇത്രയുമായി നമ്മുടെ കപ്പ. പിന്നെ മത്തങ്ങയുടെ തൈയൊക്കെ ആയിട്ട് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. കണ്ട് മത്തങ്ങ കണ്ടോ, ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് നട്ട് പിടിപ്പിക്കുന്നു. പിന്നെ ചെടിച്ചട്ടിക്കകത്ത് ഇവിടെ കുറച്ച് വെണ്ടയും കോവലും കോവലും മറ്റേ വെണ്ടയും പയറും കരിപ്പില്ല. ഇവിടെ 3 കപ്പ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെങ്കിൽ നമ്മൾ ഇച്ചിരിയൊക്കെ വെട്ടി നിർത്തി. കണ്ടോ, ഫുള്ളും ഇപ്പം നല്ല രസമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ടാങ്ക് ഗൈസ് കണ്ടോ, അത്യാവശ്യം നല്ല രസത്തിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ചീരയൊക്കെ കിളുത്ത് തുടങ്ങി. കണ്ടോ, ഒരു മത്തൻ്റെ വള്ളി കണ്ട് അങ്ങോട്ട് പോയിക്കുന്നുണ്ട്. നല്ല രസമായിപ്പോൾ. നമ്മുടെ മേളത്തെ കൃഷിയുടെ നമുക്കത് കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ഇനി കാണിക്കുന്നില്ല കേട്ടോ. മേളിലോട്ട് അവിടുത്തെ കണ്ടേ, പിന്നെ ഞാൻ കാണിക്കാം. ഒരു ദിവസം വേറെ വീഡിയോ ഇടാം. പിന്നെ ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് വേറെ കുറച്ച് നല്ല വീഡിയോസ് വരുന്നുണ്ട്. നമ്മൾ ചൂണ്ടയിടാൻ പോകുന്ന വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ബാക്കിലോട്ടൊക്കെ വന്നാലും കണ്ടോ, നല്ല രസമായിട്ട് നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, എൻ്റെ പ്ലാന്റ്സ് എല്ലാം നിൽക്കുന്നത് കണ്ടോ ഗൈസ്. നമ്മുടെ ഓറഞ്ച് ഒന്ന് വിത്തിട്ട് കളിപ്പിച്ചൊക്കെ നല്ലോണം ആയി, പക്ഷെ പുഴു തിന്നുന്നുണ്ട്, അതൊരു പ്രശ്നം. പിന്നെ നമ്മുടെ ബന്ദിയുടെ ഒരു നല്ലൊരു വെറൈറ്റി പൂ കാണിച്ചു തരാം. നമ്മുടെ പ്ലാറ്റി ഗപ്പി എല്ലാം ഡെഡായിട്ടുണ്ടായിരുന്നു, എന്തോ പറ്റിയത് ഫംഗസ് കൊണ്ട് വന്നതാണ്. കാണിക്കാം ഞാൻ നമ്മുടെ ബന്ദിപ്പൂവേ. കണ്ടോ, ബന്ദിപ്പൂ നിൽക്കുന്നുണ്ടോ ഗൈസ്, നല്ല സെറ്റായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ വലിയ അലോവേറ പോട്ടി നിന്നത് പോയായിരുന്നു. അപ്പം ഞാൻ എന്താണ് നമ്മുടെ ഷെഡിൻ്റെ സൈഡിലായിട്ട് ഞാൻ നട്ടു വെച്ചിട്ടുണ്ടത്. പിന്നെ നമ്മുടെ നമ്മൾ അന്നിട്ട കപ്പ, പിന്നെ വേറെ 2-3 അലോവേറ എല്ലാം സെറ്റായി നിൽപ്പുണ്ട്. ഇനി താഴത്തെ പറമ്പിലോട്ട് ഇറങ്ങുന്നത് കണ്ടോ, നമ്മുടെ താഴത്തെ പറമ്പ്. അപ്പോൾ ഇവിടൊക്കെ അത്യാവശ്യം പാഷൻ ഫ്രൂട്ടാണ് ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത് കൂടുതലും. നല്ല വണ്ണമുള്ള പാഷൻ ഫ്രൂട്ടാണ്. കണ്ടോ ഗൈസ്, പാഷൻ ഫ്രൂട്ടൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ നമുക്ക് വെള്ളം എടുക്കാറായിട്ടില്ല. വെള്ളം എടുക്കുമ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിടാം കേട്ടോ, അപ്ഡേഷൻ വീഡിയോ ഇട്ടിടാം. പിന്നെയാണ് നമ്മുടെ വാഴ. കണ്ടോ ഗൈസ്, ഇവിടെ നല്ല പൂവൻ വാഴയൊക്കെ നമ്മൾ ഇവിടെ നട്ടതൊക്കെ നല്ല കിളുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇനി നമ്മൾ കുറച്ച് ജാതിയും ചാമ്പ, ജാതി, റംബൂട്ടാൻ നമ്മൾ താഴെ പറമ്പിലെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഈ ഒരു ക്ലൈമറ്റ് ആയിട്ട് ഇപ്പോൾ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്, ഇനി നമ്മൾ കുറച്ച് കോഴിയെയും ഒരു പട്ടിയെയും ഒക്കെ മേടിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ അപ്ഡേഷനായിട്ട് ഞാൻ പിന്നൊരു ദിവസം വരും. പിന്നെ നമ്മുടെ പുതിയ പൂച്ചക്കുഞ്ഞുങ്ങളെ കാണിക്കാം നിങ്ങളെ കേട്ടോ ഗൈസ്. ഇത് പുതിയ നല്ല കിടിലം 3 കളേഴ്സ് പൂച്ചക്കുഞ്ഞാണ്, ഇതുവരെ ഇല്ലാത്ത വെറൈറ്റി കളറാണ്. അതും ഞാൻ കാണിക്കാം കേട്ടോ. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഏരിയയെല്ലാം കാട് പിടിച്ചെടുക്കുക. മഴ വേണ്ട, നമ്മൾ തെളിക്കാനൊന്നും പോകാത്ത കേട്ടോ. ഒരു മഴ കഴിഞ്ഞിട്ടുണ്ടാകും തോന്നുന്നു. റോബർട്ട്സ് നല്ല വിഷമം കട്ടിയിട്ട് കഴിച്ചിട്ട് പാട്ട് പാടി വിടിയിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ഏരിയ ഭിത്തിയെ കയറി കിടക്കുന്ന ചെടികളെല്ലാം നല്ല സെറ്റായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട്. കറങ്ങി തിരിഞ്ഞ വീടിൻ്റെ മുറ്റത്ത് തന്നെ പിന്നെ വന്നു. നമ്മുടെ കല്യാണി കണ്ട വരുന്ന ഗൈസ്. ഇവിടുത്തെ പട്ടിയല്ല കേട്ടോ, ഇത് വേറെ എങ്ങാണ്ടൊന്ന് വന്ന പട്ടിയാണ്. നമ്മുടെ മണി പ്ലാന്റ് ഓവറായിട്ട് ഹാങ്ങിങ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പം മുറ്റം മൊത്തം ചെടികളായിട്ട് നിറച്ചിട്ടുണ്ട്. അത്യാവശ്യം രസമുണ്ട്. ഇനി എനിക്കൊരു പ്ലാനുണ്ട് കേട്ടോ, ഇവിടെ നമ്മുടെ ഈ ഒരു ഏരിയ ചെയ്യാനായിട്ട്. ഇതിനകത്ത് കുറച്ച് ചെറിയ കാട് പോലത്തെ ചെറിയ ചെടികളെല്ലാം ഒഴിവാക്കി ഇതിലൊരു വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ മാത്രം ഇവിടെ വെച്ച് നല്ല ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചെറിയ ചെടികളെല്ലാം പറിച്ചു മാറ്റണം. അതിന് പണിയാണ്, നമ്മൾ ഇച്ചിരി മെനക്കെട്ട് ചെയ്തിട്ട് സെറ്റാക്കണം.
പിന്നെ നമുക്ക് വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. ഈ ഒരു ഏരിയ ഈ ചെടിച്ചട്ടി എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇവിടെ മൊത്തം ഒന്ന് കലാത്തിയ ലൂട്ടിയ വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹെലിക്കോണിയ വെറൈറ്റി ഏതെങ്കിലും ഒരെണ്ണം വെക്കണം. ഞാൻ വെരിഗേറ്റഡാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ വെരിഗേറ്റഡ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചിലപ്പം നോർമൽ ഹെലിക്കോണിയ വെക്കും. ചെറിയ തേകൾ ആദ്യം മേടിച്ച് വെച്ച് വലുതായി കിട്ടും കേട്ടോ. നമ്മുടെ തേങ്ങയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ മേളിലോട്ട് ഇപ്പം ഞാൻ ആദ്യം ഇവിടെ സ്പൈഡർ പ്ലാന്റും ഇതാ ഈ ഒരു പ്ലാന്റൊക്കെയാണ് വെച്ചിരുന്നത്. അതൊക്കെ പക്ഷേ അങ്ങോട്ട് ശരിയാകുന്നില്ല, വെയിൽ വേണമെന്ന് തോന്നുന്നു അതിനൊക്കെ കേട്ടോ. ഓരോരോ ഏരിയ ആയിട്ട് നമുക്കിനി സെറ്റാക്കണം കേട്ടോ. കുറച്ച് പൊട്ടറ്റോസൊക്കെ നടാൻ കിടപ്പുണ്ട്, അതൊക്കെ ഇനി നട്ട് ശരിയാക്കണം. കണ്ടേ ഇവിടെ എല്ലാം എൻ്റെ നല്ല സെറ്റായിട്ടിരിക്കുന്ന കേട്ടോ. ഇനിയും പ്രത്യേകിച്ച് വീഡിയോക്കകത്ത് കാണിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ കാണിക്കാനുള്ളത് പിന്നെ കുറച്ച് വീഡിയോസായിട്ട് പാർട്ടായിട്ട് എനിക്ക് ഇടാം കേട്ടോ, നമ്മുടെ ഇവിടുത്തെ അപ്ഡേഷനും എല്ലാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല ഇപ്പം പിന്നെ വെറൈറ്റി ആയിട്ട് ഫ്രൂട്ട്സ് ഒന്നും കാണിക്കാനൊന്നുമില്ല. ഫ്രൂട്ട്സ് ഒന്നും ആകെ കുറച്ച് പപ്പായയും പാഷൻ ഫ്രൂട്ടേ കിടപ്പുള്ളൂ. എൻ്റെ ഇടയ്ക്കൂടെ എല്ലാം നല്ല രീതിക്ക് പ്ലാന്റ്സ് കിളിച്ച് കയറിയിട്ടുണ്ട്. പോത്തോസ് വെറൈറ്റിയാണ് രണ്ടെണ്ണം നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് നമ്മുടെ മണി പ്ലാന്റ് വെറൈറ്റി എന്താ ലാസ്റ്റ് ഓർക്കിഡ്. ഇനി ഹാങ്ങിങ് പ്ലാന്റ്സ് 2-3 കൂടെ കാണിച്ചു തരാം. ഇതാണ്ട് പിന്നെ ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് കണ്ടല്ലേ. പക്ഷെ മണ്ണൊക്കെ ഇപ്പോൾ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ തട്ടിൽ പോയി ഇതിൻ്റെ മുകളിൽ പക്ഷെ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നിൽക്കും. പക്ഷെ അടിയിൽ ബുഷിയാണ്, പക്ഷെ ഉണങ്ങിപ്പോയി. കലിച്ച് റെഡ് പ്ലാന്റ് അതൊക്കെ ഉണ്ട് കണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ഉണങ്ങി തുടങ്ങി ഗൈസ്, കണ്ടോ ഇതൊക്കെ ഇപ്പോൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഴ പെട്ടെന്ന് വന്നുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മുടെ ചട്ടിലിൻ്റെ വേറൊരു പോട്ട്, പിന്നെ ഈ ഒരു പോട്ടിനത് ഉണങ്ങി നിൽക്കുകയാണ്. ചെടികൾക്കും അപ്പുറത്ത് പോട്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒന്നും മറക്കരുത്. നമുക്ക് പഴയ ചാനലിലുള്ളതിൻ്റെ അത്രയും പോലും സബ്സ്ക്രൈബേഴ്സ് പുതിയ ചാനലിലില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കാണുന്ന എല്ലാവരും ലൈക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.